എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു ബ്രൈഡലിൻ്റെ ഡ്രസ്സാണ് തയ്ക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കുള്ള മെറ്റീരിയലാണ് എടുത്തത്. അപ്പം ഇത് വരുന്നത് താഴത്തെ പോർഷനാണ് കേട്ടോ. അതായത് ഇത് സ്കേർട്ടായിട്ട് വരും. ഇത് സ്കേർട്ട് മുട്ടപ്പുള്ള സ്കേർട്ട് വന്നിട്ട് അതിൽ ഈ പോർഷൻ വരും, താഴ്ഭാഗത്ത് വരും. പിന്നെ ഇതിൽ ബോർഡറിനായിട്ട് ഇങ്ങനെ ലേസ് കൊടുക്കും. പിന്നെ വരുന്നതാണ് ഇത് മുകൾ ഭാഗത്താണ്. അതും നമ്മൾ വർക്ക് തന്നെ ഉള്ള മെറ്റീരിയലാണ് എടുത്തേക്കണം. നോക്കിക്കേ, ഈ വർക്കുള്ള മെറ്റീരിയലാണ് എടുത്തേക്കണം. അപ്പം ഇതിങ്ങനെ ചുരിദാർ പോലെ വരും, ഫുൾ സ്ലീവില്ല. ഇത് സ്കേർട്ട് വന്ന് ഇതിൻ്റെ താഴ്ഭാഗത്തത് ഇത് ലൈനിങ്ങുമാണ് കേട്ടോ. ഇത് നമ്മൾ മില്ലനിൽ നിന്നാണ് എടുത്തത്. പിന്നെ അപ്പം നമുക്കിതെങ്ങനെയാണ് വെട്ടുന്നത് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തെ ചുരിദാർ എങ്ങനെയാണ് വെട്ടുന്നത് നോക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, കൈ ആദ്യം വെട്ടുള്ളൂ. കൈ വെട്ടാൻ തുണി തികയില്ലെങ്കിൽ നമുക്ക് ബോഡി വെട്ടിയെടുക്കാം. അപ്പോൾ കൈ പേപ്പറിൽ വെട്ടി വെക്കുകയും വേണം കേട്ടോ ആദ്യം. അപ്പോൾ നമുക്ക് ഇതാണ്ട് അളവുള്ളത്. ബ്രൈഡലിൻ്റെ ചുരിദാറിൻ്റെ ലെങ്ത് വരുന്നത് 41 ഇഞ്ചാണ്. ഈ 41 കൊടുക്കാൻ കാരണം കുറച്ച് ലെങ്ത്തിൽ വന്നാൽ ഇത് ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 41 കൊടുക്കുന്നത്. അപ്പം 41ൻ്റെ കൂടെ 2 ഇഞ്ച് സാധാരണ മറ്റേതിന് അതിന് വർക്കുള്ളതുകൊണ്ട് നമുക്ക് 2 ഇഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതും 49 തന്നെ എടുത്താൽ മതി. പക്ഷേ അത് കറക്റ്റായിട്ട് ഷോൾഡറും കഴിഞ്ഞൊരു ഷോൾഡറിൽ ഒരു 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ 1/2 ഇഞ്ചും കഴിഞ്ഞ് 49.5 വേണം എടുക്കാൻ. ലൈനിങ് കറക്റ്റ് 49 തന്നെ എടുത്താൽ മതി. മടക്കി തയ്ച്ച് കഴിയുമ്പോൾ ലൈനിങ് കറക്റ്റ് ആവും. ലൈനിങ് മടക്കി തയ്ച്ച് കഴിയുമ്പോൾ ഒരു 47.5 വന്ന് നിൽക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഹാൻഡ് വെട്ടാം കേട്ടോ, കൈ വെട്ടാം. ഇത് ഇങ്ങനത്തെ തുണിയാണ്. ഇത് കണ്ട ഇങ്ങനെ കിടക്കുന്ന തുണിയാണ്. ഇതിനെ നമ്മൾ ആദ്യം ഒന്ന് മടക്കാം, പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കാം. കണ്ട, അങ്ങനെ നമ്മൾ 4ആക്കി മടക്കണം. ആദ്യം കൈയാണ് വെട്ടുന്നത്, അതുകൊണ്ടാണ് 4ആക്കി മടക്കുന്നത്. 4ആക്കി മടക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് കണ്ട. എന്നിട്ട് നമുക്ക് കൈയിൻ്റെ ലെങ്ത് അളപ്പെടുത്താം. കൈയിൻ്റെ ലെങ്ത് 22 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം. അപ്പോൾ 24 ഇഞ്ച്. ലൈനിങ് ആദ്യം വെട്ടുള്ളൂ കേട്ടോ. പിന്നെ ഹാൻഡ് ബ്രെത്ത് ആണ്. ഹാൻഡ് ബ്രെത്ത് വരുന്നത് 13.5 ഇഞ്ചാണ്. 13.5 ഡിവൈഡ് ബൈ 2 പ്ലസ് 2. ഈ 2 എന്ന് പറയുന്നത് 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സ്റ്റിച്ചുമാണ്. ചിലവരെന്ത് ചെയ്യുന്നു, ഈ 13.5 എന്നുള്ളത് ഡിവൈഡ് ബൈ 2 എടുത്തിട്ട് അത് അടയാളപ്പെടുത്തും 6.25. എന്നിട്ട് പിന്നെ 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനുള്ളത് അടയാളപ്പെടുത്തും. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് പ്ലസ് ചെയ്ത് ഇതാക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് സ്റ്റിച്ച് കൊടുത്താൽ മതി അങ്ങോട്ട്. അപ്പോൾ 13.5 ഡിവൈഡ് ബൈ 2 പ്ലസ് 2, അപ്പോൾ 6.25 പ്ലസ് 2, അപ്പോൾ 1 ലൂസ് 1 സ്റ്റിച്ച്, അപ്പോൾ 7.25 8.25. കണ്ട, ഇതാണ് കറക്റ്റ്. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് താഴ്ഭാഗത്തേക്ക് ചെസ്റ്റ് ബ്രെത്തിൻ്റെ 12ൽ ഒരു ഭാഗമാണ് അത് വരുന്നത്. അപ്പം 40 ഇവിടെ എനിക്ക് ചെസ്റ്റ് ബ്രെത്ത് കിട്ടിയേക്കുന്നത്. അതിൻ്റെ 12ൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 3.25, അതായത് 3.3 ആണ്. അത് നമുക്ക് 3.5 ആക്കിയോ 3.25 ആക്കി എടുക്കാം. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഫർദടിക്കുന്ന വീഡിയോ ആണ് ഇട്ടത്. അതിലെന്ന് വെച്ചാൽ 2.25 നമ്മൾ എടുക്കുന്നത്. ആ 2.25 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3/4 ഇഞ്ചോ 1/2 ഇഞ്ചോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം ഫർദക്ക് എപ്പോഴും ലൂസ് വേണം. ഇത് പക്ഷെ ചുരിദാറാണ്. ചുരിദാറിന് ലൂസ് വേണ്ട, ഷേപ്പ് വേണം. എന്നാലും ഈ ബ്രൈഡൽ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഓവർ ഷേപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ താഴ്ഭാഗത്തത് വീതി 10 ഇഞ്ചാണ്. ഈ മടക്കിൻ്റെ ഭാഗമില്ലേ, നമ്മുടെ കൈയിൻ്റെ മടക്ക് ഭാഗമില്ലേ, അവിടത്തത് 10.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരും തോറും ഇവിടുത്തെ ഇങ്ങനെ 1/2 ഇഞ്ച് കുറച്ചേ എടുക്കുള്ളൂ. അപ്പോൾ 10.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുമ്പോൾ 10.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 5.25. അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ 1.5 ഇഞ്ച് കൂട്ടുള്ളൂ. ഇവിടെ 2 ഇഞ്ച് കൂട്ടിയില്ലേ, പക്ഷെ ഈ ഭാഗത്തുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടുള്ളൂ. അപ്പോൾ ഈ 10.5ൻ്റെ പകുതി 5.25 പ്ലസ് 1.5 6.25 6.25 നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഈ വശം കൊണ്ട് കിട്ടുന്നത്. കുറച്ചും കൂടി ഇറങ്ങുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കുറക്കും. 6.25 എന്നുള്ളത് എന്ത് ചെയ്യും? 6.25. പിന്നെ നമ്മൾ ഒന്നും കൂടി ഇറങ്ങുമ്പോഴും അവിടെ നമ്മൾ കുറക്കും. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കുറക്കാട്ടോ.
ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 5.25, 6.4 നിന്നും 1/2 ഇഞ്ച് കുറക്കുമ്പോ 5.25. കറക്റ്റായിട്ട് നിങ്ങൾ ഈ മെത്തേഡ് ശ്രദ്ധിക്കണമെങ്കിൽ നല്ല കറക്റ്റ് ആയിരിക്കുള്ളൂ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇതിലേക്കൊരു ജോയിന്റ് കൊടുക്കാം. പിന്നെ ഈ 13.5 എന്ന് പറയുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ 13.5-ൽ താഴേക്കുള്ള വണ്ണത്തിൽ നമ്മൾ 2 ഇഞ്ചല്ലേ എടുത്തേക്കുന്നത്, 1 ലൂസ് 1 സ്റ്റിച്ച് അല്ലേ. അപ്പോൾ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ കൈക്ക് ലൂസ് വരും. മിക്കവരെ കൈക്കും ലൂസ് വന്ന കാര്യം ഇതാണ്. പക്ഷെ വണ്ണുള്ളവർക്ക് ലൂസ് വരില്ല. 13.5-ക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 14, 14.5, 15, 15.5 അങ്ങനെ വരുമ്പോൾ ലൂസ് വരില്ല ഈ മെത്തേഡ് തന്നെ. പക്ഷേ ഈ 13.5 എന്ന് പറയുമ്പോൾ കൈവണ്ണം കുറവാണ്. അപ്പം നമ്മൾ 1 ഇഞ്ച് പിടിച്ചാലും പിന്നെ ഒരു 1/4 ഇഞ്ചും കൂടി നമ്മൾ പിടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് വെട്ടിയെടുക്കാം. ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അത് കട്ട് ചെയ്ത് കളയാം. ഇത് ഈ തുണിയായതുകൊണ്ട്, ഷാൻഡോൺ തുണിയായതുകൊണ്ട് വേഗം കൂട്ടിയൊന്നും അനങ്ങില്ല. ഇനി നമുക്കിത് വർക്കുള്ള തുണിയിൽ വെട്ടിയെടുക്കാം. വർക്കുള്ള തുണി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. നമ്മളപ്പോൾ അതനുസരിച്ച് തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വീതി കണ്ട, ഈ വീതിക്ക് വേണം നമ്മൾ മടക്കിയെടുക്കാൻ. ഇത് കണ്ട, ഇതൊന്ന് മടക്കാം. ഇത് കണ്ട, ഇതിപ്പോൾ ഇത്രയുണ്ട്. അപ്പം ഇതിനെ ഒന്നും കൂടി ഒന്ന് ഡബിൾ ആക്കാം. അങ്ങനെ 2 കൈക്ക് കിട്ടും നമുക്കിത്. ഇത് കണ്ട. ബാക്കി പറയാമെന്ന് വിചാരിച്ചപ്പോൾ കൈ വെട്ടുന്ന വീഡിയോ ഒന്നില്ലെങ്കിൽ പോസായി പോയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഫോണിൽ നോക്കിയപ്പോൾ വീഡിയോസ് ഇല്ല. അപ്പോൾ അതിനെ 2 ആക്കി മടക്കിയിട്ടിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി വെച്ചിട്ട് വേണം ഇതിനെ കൈയിനെ വെട്ടിയെടുക്കാനായിട്ട്. അപ്പം അത് അറിയില്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നത്തെ ഒരു ഓഫ് വൈറ്റ് വെട്ടുന്ന വീഡിയോ, കൈ വെട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലൈനിങ് ഉപയോഗിച്ചിട്ട് കൈ വെട്ടുന്നത് എന്നുള്ളത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.